ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു മടിയില്ല, ഒരു 5-6 ഒരു അടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നടുക്കേറിയിരിക്കുന്നു. ഞാനത് എനിക്ക് തടയും, എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ തടയും. എന്താണെന്നറിയോ, അവർ കത്തിക്കൂട്ടുന്നു കൊല്ലുന്ന ഒരു ഭയമില്ല. കാരണം പലതവണ മരിച്ച ഒരാളാണ് എന്നെ. എന്താ പറയുക, അപ്പോൾ എന്നെക്കൊല്ലുള്ള പെൺകുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ, അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഏത് മേഖലയിലാണ് നല്ല രീതിയിൽ ചോദിക്കാതെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ആർമിയിലേക്ക് തന്നെ എടുക്കാം. ഞാൻ അതിനുവേണ്ടിയാണ് പോരാട്ടത്. അതിന് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത് സുരേഷ് ഗോപി സാറാണ്. ഞാൻ സുരേഷ് ഗോപി സാറിന് എൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞുള്ളൂ. അന്ന് സാറ് MP അല്ല, ഇലക്ഷൻ പാലാരോട്ടത്ത് ഇലക്ഷന് പ്രചരണത്തിന് വേണ്ടി വന്നപ്പോൾ സുരേഷ് ഗോപി സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ ഫോട്ടോ എൻ്റെ പ്രൊഫൈലിൽ കൊടുക്കണം. അന്നാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, സാർ എനിക്ക് ഇങ്ങനൊരു നിയമത്തിന് വേണ്ടി ഞാൻ ഈ ഒരു പ്രശ്നം പറഞ്ഞത്, ഞാൻ ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുള്ളതൊക്കെ ഇത് ഞാനൊരു മീഡിയക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മീഡിയയിലെ ഇൻ്റർവ്യൂ ഞാൻ പലപ്പോഴും ആ പെൺകുട്ടിയെ കാണുമ്പോഴേക്കും എന്തുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ പുറത്തിറങ്ങാം, എങ്ങനെ ഇടണമെന്ന് അറിയില്ല. കാരണം ഇതെൻ്റെ ഒരു ശബ്ദമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഈ ഒന്നെറിയുന്ന കുഞ്ഞുങ്ങളുടെ ഇതല്ല, കൊല്ലാണ്ട് ജീവനോടെ വന്ന് സമൂഹത്തിന് തന്നെ ജീവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അവർക്ക് 40 വയസ്സുണ്ടാവാം, 50 വയസ്സുണ്ടാവാം, 60 വയസ്സുണ്ടാവാം. അവർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ കല്ലെറിയുന്നുണ്ടാവാം. പക്ഷെ ഒന്ന് ചിന്തിക്കാം, അവരുടെയൊക്കെ ബാല്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇടാൻ ആഗ്രഹിച്ച 10 വയസ്സിൽ ഇടാൻ ആഗ്രഹിച്ച എൻ്റെ എനിക്കിടാൻ ആഗ്രഹിച്ച കോസ്റ്റ്യൂംസ് തിരഞ്ഞെടുത്ത് ഞാൻ പോയി മേടിച്ച് ഒരു നാണൂല. ഈ ഒരു ഏജിൽ ഞാനത് യൂസ് ചെയ്യണമെന്ന് എനിക്കെൻ്റെ ബാല്യത്തിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടു, എനിക്കത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും, എന്നെപ്പോലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഈ അത് കരയുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആൾക്കാരോട് പറയണം. അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്, അത് യൂസ് ചെയ്ത് മാർക്കറ്റാക്കുന്ന ആൾക്കാരുടെ തന്നെ പറയുന്നത്. അതാദ്യം മനസ്സിലാക്കും. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ യൂസ് ചെയ്ത് എന്നെയും പറഞ്ഞ് ഭയപ്പെടുത്തിയെന്ന് വെച്ചത് നശിച്ചു പോകും. പിന്നെ യൂസ് ചെയ്ത ആൾക്കാർ നല്ലൊരു ജീവിതം, നിനക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞൊക്കെയാണ് എന്നെ ഇതാക്കിയിട്ടുള്ളത്. അങ്ങനെ പറയുന്ന ആൾക്കാരോട് പറയേണ്ട ഒരു കാര്യമാണ്. 10 വയസ്സിൽ ഇപ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നത് കമൻറ്റ് തോന്നുന്നു. അപ്പോൾ 10 വയസ്സിൽ നീ എന്തായിരിക്കും തുറപ്പാടിച്ചത്? 10 വയസ്സിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കുഴപ്പമില്ല, പെൺകുട്ടികളെ യൂസ് ചെയ്യണം. ഞാനത് യൂസ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, 10 വയസ്സിൽ ഏത് പെൺകുട്ടിക്ക് കിട്ടാൻ തെറ്റായിരുന്നു? സെക്സ് റാക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കെട്ടിയിട്ട് തന്നെയും കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സിൽ ആ പെൺകുട്ടിക്ക് ചെയ്യുന്നതാണ്, അതിനറിയില്ലല്ലോ. പിന്നെ അത് വന്ന് ചോദ്യം ചെയ്യുന്ന, അത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് സംഭവിച്ചല്ല അത് പറയാൻ, അതിന് സെക്സ്, അതിന് വീട്ടിലായിട്ട് ഏറ്റവും പറയാനുള്ള കഴിവ് അതിനുണ്ട്. അതിന് ഉപദ്രവിച്ചു, അതെ, എന്നെ ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അതൊരു ദിനം പക്വതയിൽ കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രതിഷേധം വരുന്നതാണ് തിരിച്ച് പ്രതികരിക്കണേ. അത് പലർക്കും പ്രതികരിക്കാണ്ട് പോകും. ഞാൻ പ്രതികരിച്ചു, പക്ഷെ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്നത് എൻ്റെ 15 വയസ്സോളം കാലഘട്ടത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു 30 വയസ്സ് വരെ ഞാൻ സ്വന്തം ജീവിതമാണ് എന്ന് തന്നെ നമുക്ക് അല്ലേ. തീർച്ചയായും.